العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولن ترضى عنك اليهود ولا النصارى حتى تتبع ملتهم قل إن هدى الله هو الهدى ولئن اتبعت أهواءهم بعد الذي جاءك من العلم ما لك من الله من ولي ولا نصير. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ആകുന്നത്ര ജീവിതത്തിൽ പകർത്തി അവൻ ഇഷ്ടപ്പെട്ടവരായി മാറാൻ പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി സ്വന്തത്തോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ വിചാരണയൊക്കെ എളുപ്പമാക്കപ്പെട്ട് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടന്നെടുക്കുവാൻ ഭാഗ്യം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ച വരെ ഈ വെള്ളിയാഴ്ചയിൽ സന്നിഹിതരാകുന്നതോടൊപ്പം നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കപ്പെട്ടതുപോലെ കഴിഞ്ഞ ആഴ്ചയിലെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ദുനിയാവിൽ ഒരു മുസ്ലിമായി, മുഅ്മിനായി, വിശ്വാസിയായി ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മളൊക്കെ. എന്നാൽ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് പകരമായി മറ്റു പലതിൻ്റെയും പിന്നാലെ പോകുകയും അള്ളാഹു വരച്ചു കാണിച്ച ജീവിതത്തിൽ നിന്ന് പലപ്പോഴും നമ്മളൊക്കെ തെറ്റിപ്പോകുന്നു എന്നത് ഒരു സത്യമാണ്, സ്വാഭാവികമാണ്. അത് തിരിച്ചറിയുവാനും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് തിരികെ നടക്കുവാനും ഓരോ വെള്ളിയാഴ്ചയും നമുക്ക് പ്രേരകമാകേണ്ടതുണ്ട് എന്ന് ആമുഖമായി
സൂചിപ്പിക്കുകയാണ്. ഞാൻ ഓതി വെച്ച ആയത്ത് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്തായ സൂറത്തുൽ ബഖറയിലെ ഒരായത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത്. ആയത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ്: വലൻ തർള അൻകൽ യഹൂദു വലൻ നസ്വാറ. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹ് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരിക്കലും ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും തൃപ്തിപ്പെടുത്തുവാൻ നിനക്ക് കഴിയുകയില്ല, അവരുടെ ഇഷ്ടം സമ്പാദിക്കുവാൻ നിനക്ക് കഴിയുകയില്ല. ഹത്താ തത്തബിഅ മില്ലതഹു, അവരുടെ താല്പര്യങ്ങളും അവരുടെ രീതികളുമൊക്കെ പിൻപറ്റിക്കൊണ്ട് നീ അവരുടെ കൂടെയാകുമ്പോൾ അല്ലാതെ അവരുടെ ഇഷ്ടവും സ്നേഹവും ഒന്നും നിനക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയില്ല. മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, കുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ, തീർച്ചയായും ശരിയായ മാർഗം, സന്മാർഗം എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ മാർഗമാണ്. അതുകൊണ്ട് വല ഇനിത്തബഅത അഹ്വാഅഹും ബഅദല്ലദീ ജാഅക മിനൽ ഇൽമ്, കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് എന്ന് വ്യക്തമായിട്ടും ശരിയായ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് പ്രവർത്തിക്കുക എന്നതിന് പകരമായി മറ്റു പലതിൻ്റെയും പിന്നാലെ മറ്റു ആളുകളുടെ താല്പര്യത്തിന് വേണ്ടി നീ പോവുകയാണെങ്കിൽ നീ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നിനക്കൊരു സഹായിയോ ഒരു രക്ഷകനോ ഉണ്ടാവുകയില്ല എന്ന് പ്രവാചകനോട് പറയുന്ന ഒരു ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഇസ്സത്ത്, പ്രതാപം എന്ന് പറയുന്നത് അള്ളാഹു അവൻ അവതരിപ്പിച്ചു കൊടുത്ത ആ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ കൊണ്ടുപോകുമ്പോഴാണ് അവന് പ്രതാപവും ഇസ്സത്തും മാന്യതയും ഒക്കെ പെരുമയും ഒക്കെ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യണമെന്നതാണ് ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടുന്നത്. മറ്റേതിൻ്റെയും പിന്നാലെ പോകുകയും മറ്റെല്ലാ പ്രവർത്തനങ്ങളുടെ പിന്നാലെ പോയി മറ്റു പലരുടെയും കയ്യടിയും അതേപോലെ തന്നെ പ്രോത്സാഹനവും ഇഷ്ടവും ഒക്കെ നേടുന്നതിന് വേണ്ടി പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഒക്കെ കാണിച്ചു തന്ന മാർഗങ്ങളെ പലപ്പോഴായി മാറ്റിവെക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്ത് നന്നായി കുറിക്കുകൊള്ളേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. എന്തു തന്നെയായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇസ്സത്ത് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സന്തോഷകരമായി റബ്ബിന്റെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് ഈ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും നൽകിയിട്ടുണ്ടെങ്കിൽ അത് പരിപൂർണമായി സന്തോഷത്തോടു കൂടി റബ്ബിന്റെ ഇഷ്ടത്തെ മുൻനിർത്തിക്കൊണ്ട് അതിനകത്ത് പരിപൂർണമായി നിൽക്കുവാൻ നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട് എന്നതാണ്. പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ വളരെ കൃത്യമായി ദീനിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിന്റെ വർത്തമാനകാലത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളാണ് ഇന്നതിൻ്റെ ആളുകളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ടുന്ന വ്യക്തിത്വങ്ങൾ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ 2 തവണ പല ഇതിനു മുമ്പുണ്ടായിരുന്ന സമുദായങ്ങളുടെ ചരിത്രങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ കാണാം: തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലക്കും മാ കസബതും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. അതൊക്കെ നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സമുദായങ്ങളാണ്. അവരുടെ ജീവിതത്തിൽ അവർ പ്രവർത്തിച്ചതുമായി അവരൊക്കെ കടന്നുപോയി. ഇപ്പോൾ അതിൻ്റെ ആളുകളായി നിങ്ങളാണുള്ളത്. നിങ്ങൾ എന്താണോ ഈ ദീനനുസരിച്ച് പ്രവർത്തിക്കുന്നത് അത് മാത്രമാണ് നാളേക്ക് നിങ്ങൾക്കുണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 തവണ പരിശുദ്ധ ഖുർആന്റെ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെയുടെ ലോകത്ത് വരാൻ പോകുന്ന പല കാര്യങ്ങളും പരിശുദ്ധ ഖുർആന്റെ ആയത്തിലൂടെ കാലേ കൂട്ടി അതിൻ്റെ ആളുകളായ നമ്മൾ വായിച്ച് പഠിക്കുന്നതിന് മനസ്സിലാക്കി തരുന്നത്, നാളെയുടെ ലോകത്ത് വിരൽ കടിക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതുണ്ട് എന്നതാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിചാരണ ചെയ്യുന്ന ഒരു രംഗം പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈസാ നബിയെ വിളിച്ചുകൊണ്ട് നാളെയുടെ ലോകത്ത് അള്ളാഹ് ചോദിക്കുന്ന ചോദ്യം, അൻത ഖുൽത ലിന്നാസി ഇത്തഖദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. ഈസാ നബിയെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹ് ചോദിക്കുന്ന ചോദ്യമാണ്, ഈസാ നീ പറഞ്ഞിരുന്നോ നിന്നെയും നിന്റെ ഉമ്മയെയും എനിക്ക് പുറമെ ആരാധ്യന്മാരായിട്ട് വെക്കണമെന്ന് നീ അവരോട് പറഞ്ഞിരുന്നോ എന്ന്
ഈസാ നബിയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന സമയത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന് കൊടുക്കുന്ന മറുപടിയായി നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആന്റെ ആളുകളായ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്, അങ്ങനെയുള്ള ദുര്യോഗങ്ങളിലും അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളുടെ പിന്നാലെ പോകുന്നിടത്തൊക്കെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിനും പൊരുത്തത്തിനും അത് മാറ്റിവെച്ചുകൊണ്ട് മറ്റു പലതിൻ്റെയും പിന്നാലെ പോവുകയാണെങ്കിൽ നാളെയുടെ ലോകത്ത് വിരൽ കടിക്കേണ്ടി വരും എന്നത് നമ്മളോട് കൂടി സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന മറുപടി, ഖാല സുബ്ഹാനക മാ യകൂനു ലി അൻ അഖൂല, സുബ്ഹാനല്ലാഹ്, ഞാൻ എങ്ങനെയാണ് അങ്ങനെ പറയുക, മാ ലൈസ ലീ ബിഹഖുൻ, അതൊരു ശരിയല്ലല്ലോ, യഥാർത്ഥമായ ഒരു കാര്യമല്ലാതെ ഞാൻ എന്താണ് ആളുകളോട് പറയുക, ഇൻ കുൻത ഖുൽതുഹു ഫഖദ് അലിംത, ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും അല്ലാഹുവേ നിനക്കത് അറിയുമായിരുന്നല്ലോ. തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക, എൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് നിനക്ക് കൃത്യമായിട്ട് അറിയാം, പക്ഷെ നിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, നീയാണല്ലോ അദൃശ്യ കാര്യങ്ങളൊക്കെ അറിയുന്നവൻ എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നാളെ നടക്കാനുള്ള വിചാരണയെ സംബന്ധിച്ച് കാലെ കൂട്ടി നമുക്ക് അറിയിച്ചു തരുന്നത് ആ പരിശുദ്ധ ഖുർആൻ നന്നായി പഠിക്കുവാനും അതിന്റെ ഇസ്സത്ത് അനുസരിച്ചുകൊണ്ട് അതിൽ ദീനിലായിക്കൊണ്ട് പരിപൂർണമായി ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ്. മാ ഖുൽത ലഹും ഇല്ലാ മാ അമർതനി ബി, നിർത്തുന്നില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയാൻ, നീ എന്താണോ ആളുകളോട് പറഞ്ഞു കൊടുക്കുവാൻ എന്നോട് പറഞ്ഞത് അത് മാത്രമാണ് ഞാൻ ആളുകളോട് പറഞ്ഞത്. അതെന്താണ്? അനിഅ്ബുദുല്ലാഹ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, റബ്ബീ വ റബ്ബുക്കും, അവനാണ് എന്റെയും നിങ്ങളുടെയും റബ്ബ്, വകുൻത അലൈഹിം ഷഹീദൻ മാ ദുംത ഫീഹിം, ഞാൻ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞതിനൊക്കെ നീ സാക്ഷിയായിരുന്നു. ഫലമ്മാ തവഫൈതനി കുൻതു അൻത റഖീബു അലൈഹിം, നീ എന്നെ പരിപൂർണമായി ഏറ്റെടുത്ത് അവരിൽ നിന്നും മറഞ്ഞു കഴിഞ്ഞപ്പോൾ, അവരുടെ അടുക്കൽ നിന്നും ഞാൻ അവിടെ നിന്ന് പോന്നതിന് ശേഷം അവരുടെ കൃത്യമായ സൂക്ഷിപ്പുകാരൻ, നോട്ടക്കാരൻ നീയാണല്ലോ. വ അൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, എല്ലാ കാര്യത്തിനും സാക്ഷിയായവൻ നീയാണ്. ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക്, പറയാണ്, നീ അവർ ശിക്ഷിക്കുകയാണെങ്കിൽ ഈ ഞാൻ പറയാത്തത് പറഞ്ഞു എന്ന നാട്യത്തിൽ അവർ എന്നെയും അതേപോലെ തന്നെ എൻ്റെ ഉമ്മയെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അതവരെ ചെയ്തു തുടർന്നു എന്ന കാരണത്താൽ അവരെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ ഫഇന്നഹും ഇബാദുക്, തീർച്ചയായും അവരൊക്കെ നിന്റെ അടിമകളാണ്. വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ അവർക്ക് പൊടുത്തു കൊടുക്കുകയാണെങ്കിൽ നീ അങ്ങേയറ്റം പ്രതാപവാനും കാര്യങ്ങളൊക്കെ യുക്തിയോടുകൂടി മനസ്സിലാക്കുന്ന ആളുമാണല്ലോ എന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നാളെയുടെ ലോകത്ത് മറുപടി പറയുന്നതായി പരിശുദ്ധ ഖുർആന്റെ ആയത്തിലൂടെ കാലേ കൂട്ടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ സഹോദരന്മാരെ, ആ വിഷയങ്ങളിലൊക്കെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മതം പറഞ്ഞെടുത്ത് നിൽക്കുക എന്നത് ഒരു വിശ്വാസി കാണിക്കേണ്ടുന്ന ദൃഢതയായി മതം പഠിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണമനുഭവിക്കുന്നവരാണ് പ്രത്യേകിച്ച് നമ്മുടെ മഹല്ലിൽ നമ്മളെപ്പോലുള്ള ആളുകൾ. നമുക്കറിയാം, നമ്മുടെ മഹല്ലുകളിൽ മുമ്പുണ്ടായി മുമ്പത്തെ സുഫിൽ വന്നിരുന്ന ഒരുപാട് ആളുകളുടെ പേരുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയുകയില്ല. ആരെങ്കിലുമൊക്കെ വിട്ടുപോകുമെന്നത് കൊണ്ടാണ് പറയാത്തത്. എത്രയോ ആളുകൾ കടന്നുപോയി. അവരൊക്കെ അവരുടെ പ്രവർത്തനങ്ങളുമായി അള്ളാഹുവിലേക്ക് യാത്രയായി. ഇപ്പോൾ ഇതിന്റെ ആളുകളായി ഞാനും നിങ്ങളുമാണ് ഉള്ളത്. നമ്മുടെ ജീവിതത്തിൽ പരമാവധി അള്ളാഹു പറഞ്ഞതുപോലെ ദീനനുസരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ആ ദീനിനെ പരിപൂർണമായി ജീവിതത്തോട് ചേർത്ത് നിർത്തി അഭിമാനത്തോടുകൂടി ഇസ്സത്തോടുകൂടി ആ ദീനിന്റെ ജീവിതത്തിൽ പുലർത്തുമ്പോഴാണ്, ആ ദീനിന്റെ ജീവിതത്തിൽ അതിന്റെ ക്രമങ്ങളും നിയമങ്ങളും പാലിക്കുമ്പോഴാണ് എനിക്ക് അന്തസ്സുണ്ടാകുന്നത്, അഭിമാനമുണ്ടാകുന്നത് എന്ന അർത്ഥത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിനും ഇഷ്ടത്തിനും വേണ്ടി ഈ ദീനിനെ മാറോട് ചേർത്തുകൊണ്ട് ജീവിക്കുവാൻ സഹോദരന്മാർ നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട്. അത് പലർക്കും ലഭിച്ചിട്ടില്ല. അത് നൽകപ്പെട്ട അനുഗ്രഹീതമായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിൽ നിന്നും മാറി അള്ളാഹുവിന്റെ നിയമങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങളിൽ നിന്നൊക്കെ മാറി സഞ്ചരിക്കുന്നത് കാണുമ്പോൾ ഏറെ പ്രയാസകരമാണ്. നാളെ വിരൽ കടിക്കേണ്ടി വരും എന്നതാണ് കാലേക്കുട്ടി സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒരു ഹദീസിന്റെ ഭാഗത്ത് നമുക്ക് ഇന്ന് കാണാം. സാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറ ഉമ്മിഹി, അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ പ്രവാചകന്റെ ഉമ്മയുടെ ഖബർ സന്ദർശിച്ചു. ഫബക്ക, അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി കരഞ്ഞു. വ അബ്ക മൻ ഹൗലഹു,
പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളും ഒക്കെ ധാരാളമായി കരഞ്ഞു. ഫഖാല, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരച്ചിലൊക്കെ നിർത്തിയിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഇസ്തഅ്ദൻതു ലി റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് ഒരു കാര്യത്തിന് അനുമതി ചോദിച്ചു. ഫി അൻ അസ്തഗ്ഫിറ ലഹ, എൻ്റെ ഉമ്മക്കു വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ, പാപമോചനം നടത്താൻ വേണ്ടി ഞാൻ അല്ലാഹുവിനോട് അനുമതി ചോദിച്ചു. പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫലം യുഅ്ദൻ ലി, പക്ഷേ എനിക്ക് അതിന് അനുമതി നൽകപ്പെട്ടില്ല. വസ്തഅ്ദൻതുഹു ഫി അൻ അസൂറ ഖബ്റഹ, പക്ഷെ ഞാൻ എൻ്റെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കട്ടെ എന്നതിന് അള്ളാഹുവിനോട് അനുമതി ചോദിച്ചു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഅദിന ലി, അതുകൊണ്ട് ഉമ്മയുടെ ഖബർ സന്ദർശിക്കുവാൻ എനിക്ക് അനുമതി തന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു നേരം നിർത്തിയിട്ട് പറയാണ്, ഫസൂറു അൽ ഖുബൂറ, നിങ്ങളും ഖബർ സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുൽ മൗത്ത്, കാരണം നാളെയുടെ ലോകത്ത് നിങ്ങളും വന്ന് കടക്കാനുള്ള ഇടം ഏതാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുവാൻ അത് നല്ലതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ മുഖേന പഠിപ്പിക്കുന്നതായി സഹോദരന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. നാളെയുടെ ലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് സ്വർഗം ലഭിക്കണമെങ്കിൽ പരിപൂർണമായി ഈ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദീനിലായിക്കൊണ്ട് തന്നെ ജീവിച്ച് മരണപ്പെടുക എന്നത് മാത്രമാണ് ഏക പോംവഴിയായി പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മളുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. നമ്മൾ പല ഭൗതികമായ ചില അഡ്ജസ്റ്റ്മെന്റിന്റെ പേരിലും അതേപോലെ തന്നെ മറ്റു പലതിന്റെ പേരിലുമൊക്കെ ഈ ദീനിലാണ് വെള്ളം ചേർക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ സഹോദരന്മാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് നൽകിയ ഏറ്റവും വലിയ, പ്രവാചകന് പോലും നൽകാത്ത, എനിക്ക് എൻ്റെ ഉപ്പക്കും ഉമ്മക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും. കാരണം എന്താണ്? ആ ഉപ്പയും ഉമ്മയും ഈ ദീനിലായി മരണപ്പെട്ടു പോയ ആളുകളാണ്. എന്നാൽ അങ്ങനെ ലഭിക്കാത്ത എത്രയോ ആളുകളുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തിന്റെ ഭാഗമായി ഈ ദീനിനോട് ചേർന്ന് നിൽക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. അതിന്റെ നിലയും വിലയും മനസ്സിലാക്കാതെ അതിലല്ല ഇസ്സത്ത്, മറ്റു പലതിലുമാണ് എന്ന രൂപത്തിൽ ഇസ്സത്ത് തേടിപ്പോകുന്ന മോശമായ കാഴ്ചകളാണ് വർത്തമാനകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുണ്ടാകാതിരിക്കാനാണ് ഇത്തരത്തിൽ ഉണർത്തുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. പല രംഗങ്ങളിലും ഖബർ സന്ദർശിക്കുമ്പോൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂരി വദ്ദിയാർ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖുൻ നസ്അലുല്ലാഹു ലനാ വലക്കും ആഫിയ. ഒരു ഖബർ സന്ദർശിക്കുമ്പോൾ പറയാനുള്ള പ്രാർത്ഥനയായി പഠിപ്പിക്കുന്നത്, അവരോട് പറയാണ്, നിങ്ങൾ ഇവിടെ നേരത്തെ എത്തി, ഞങ്ങൾ നിങ്ങളോട് വന്നു ചേരാനുള്ളവരാണ്, അതുകൊണ്ട് നിങ്ങൾക്കും ഞങ്ങൾക്കും ഇതാ ആഫിയത്ത്, സൗഖ്യവുമൊക്കെ ഞങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു എന്ന രൂപത്തിൽ പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. സഹോദരന്മാരെ, സൂചിപ്പിക്കുന്നത് നാളെയുടെ ലോകത്ത് നമ്മളും ഓർമ്മകളായി മാറേണ്ടതാണ്. നാളെയുടെ ലോകത്ത് ഈ ചെറിയ കുട്ടികളൊക്കെ മുമ്പിൽ വരികയും നമ്മളൊക്കെ ഇവിടെ നിന്ന് കഥാവിശേഷരായി പോകുകയും ചെയ്യേണ്ടവരാണ്. അതിൽ നമുക്ക് ഏറ്റവും വലിയ ബാധകമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഈ ദീൻ വിട്ടുകൊണ്ടുള്ള കളിയിലാണ് എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പരിപൂർണമായി ഈ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് സന്തോഷത്തോടു കൂടി ഈ ദീനിന്റെ A to Z കാര്യങ്ങൾ ജീവിതത്തോട് ചേർത്ത് നിർത്തി ജീവിക്കുന്നതിന് നമ്മൾ പരിപൂർണമായി മുന്നോട്ട് വരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാവരെയും അങ്ങനെ മനക്കരുത്ത് കാണിക്കുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.